പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവം അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 19-ാം അധ്യായത്തിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നു. കർത്താവിൽ പ്രിയരെ, ഭാര്യാഭർത്തൃബന്ധം മാത്രമല്ല, കുടുംബ ബന്ധങ്ങളും ദൈവം യോജിപ്പിച്ചതാണ്. അത് വേർപെടുത്താനും അതിനെതിരെ നീങ്ങാനും നമുക്ക് അവകാശമില്ലല്ലോ. സങ്കീർത്തനം 133. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ചു വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, മറിയമെന്ന കന്യക ജോസഫുമായാണ് വിവാഹനിശ്ചയം ചെയ്തിരുന്നത്. യേശു ക്രിസ്തു മനുഷ്യരക്ഷകൻ, ലോകരക്ഷകൻ, നമ്മിലും നാം ആയിരിക്കുന്നിടത്തും സമൂഹത്തിലും വന്നു പിറക്കാൻ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. അതിന് ജോസഫിൽ വിളങ്ങിയിരുന്ന ദൈവിക പുണ്യം എന്നിലും വളരണം, ഞാൻ വളർത്തണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും. നീതിമാൻ മറ്റുള്ളവരെ സമാധാനത്തോടെ ജീവിക്കുവാൻ അനുവദിക്കുന്ന വ്യക്തി ആരോ അവനാണ് നീതിമാൻ. അത് ദൈവ സ്വഭാവമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിവരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ദൈവമക്കളെ, നീതിമാനായ ജോസഫിൻ്റെ പ്രത്യേകത ഈ വചനങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ നീതിമാനാകയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ജോസഫുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവൻ രഹസ്യമായി അവളെ ഉപേക്ഷിക്കുന്നതിന് ആലോചിച്ചു കൊണ്ടിരിക്കെ, അതായത് മനസ്സിലൂടെ, ഹൃദയത്തിലൂടെ, ബുദ്ധിയിലൂടെ, അന്നുവരെ തുടർന്നു പോന്ന പാരമ്പര്യങ്ങളിലൂടെ ഇരുതല മൂർച്ചയുള്ള വാൾ കയറിയിറങ്ങുന്ന അനുഭവം. ആ അതിതീവ്ര വേദനയിലും കർത്താവിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി, മനസ്സുയർത്തി കാതോർത്തിരുന്ന ജോസഫിന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ജോസഫ് പ്രവർത്തിച്ചു. ആ ജോസഫാണ് നീതിമാൻ. ആ നീതിമാൻ ദൈവഹിതപ്രകാരം ശിശുവിന് യേശു എന്ന് പേരിട്ടു. ആ പേരിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൽ വിശുദ്ധ പത്രോസ് പറയുന്നത് നാം കേൾക്കും. ആ മൂലക്കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ദൈവമക്കളെ, കർത്താവ് വന്നു പിറക്കുക നീതിമാന്മാരിലും നീതിമാന്മാർ ഉള്ളിടത്തുമാണ്. ഈശോയുടെ പിറവി തിരുനാളിന് നമ്മെ തന്നെ ഒരുക്കാം. ഉണ്ണിയേശു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.